ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വാർത്തയെന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വർഷം. എന്താണ് ആ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരോട്, നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ആ പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായി കടന്നു വന്നില്ല എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണിക്കുന്നതനുസരിച്ച് ആ സ്പേസിലേക്ക് BJP കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട് എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമോ BJP നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം ആ സ്പേസിലേക്ക് BJPയെ പോലൊരു വർഗീയ ശക്തി കടന്നു വരാൻ പാടില്ല. എങ്ങനെ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ജീർണതകളും പുഴുക്കുത്തുകളും കാരണമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അന്ധമായ കോൺഗ്രസ് വിരുദ്ധത കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല ശതമാനം അണികൾക്കും കോൺഗ്രസിൽ ചേരാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർ മറ്റൊരു ആലയം എന്ന രീതിയിൽ BJPയിലേക്ക് വലിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ആ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലേഴ്സായി, ഡ്രഗ് മാഫിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊലപാതക സംഘം ഉള്ളതായിട്ട് ആകാശ് തില്ലങ്കരിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കൊലപാതക സംഘത്തെപ്പറ്റി നമുക്കറിയാം. ഏറ്റവും ഒടുവിലായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇത് ശരിക്കൊരു രാഷ്ട്രീയ പാർട്ടിയാണോ, ക്രിമിനൽ പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണോ ആ പാർട്ടിയെ വിളിക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ഉണ്ടാകുന്നത്? കണ്ണൂർ എയർപോർട്ട് വളരെ വിശദമായിട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. കണ്ണൂർ എയർപോർട്ട് കേന്ദ്രീകൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ. ഈ അടുത്തിടയ്ക്ക് ഒരു ലേഖനം വന്നിരുന്നു, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്തുകാരുടെ ഹബ്ബായി കണ്ണൂർ വിമാനത്താവളം മാറുന്നുവെന്ന്. ആ കണ്ണൂർ വിമാനത്താവളം മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും ക്യാരിയേഴ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് എന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ള CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ, DYFIയുടെ ജില്ലാ പ്രസിഡന്റുമൊക്കെ ആയിരിക്കുന്ന, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഈ സംഘത്തോടൊപ്പം ഈ ഒന്നിച്ചുറങ്ങിയ ആളുകൾക്കാണ് രാപ്പനിയുടെ ചൂടറിയുക എന്ന് പറയുന്ന പോലെ ഈ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ വന്നിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ P. ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജറിനെതിരായിട്ട് ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. യുവജന കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വർണം കടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണോ? സ്വർണം കടത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണോ യുവജന കമ്മീഷൻ? യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോട് തുടങ്ങിയ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ സ്വർണം പൊട്ടിക്കൽ കമ്മീഷൻ ഈടാക്കലായി യുവജന കമ്മീഷൻ മാറുന്നതിനകത്തുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ, നാളെത്തരം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം യുവജന കമ്മീഷനെ ഇത്തരം സ്വർണ്ണക്കടത്ത് കമ്മീഷൻകാരിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ശ്രീ ഷാജറിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രക്ഷോഭ പരിപാടി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ഇപ്പുറത്ത് ഞങ്ങൾ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു തിരുത്തൽ ഉണ്ടാകണമെന്ന് ഈ മാധ്യമ സമ്മേളനം കാണുന്ന CPMൻ്റെ, നിങ്ങളുടെ ആ പാർട്ടിയുടെ കൊടി പിടിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതി, ആ പാർട്ടിക്ക് വേണ്ടി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി, ആ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള സംഘടനാ പ്രവർത്തനം, ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളെ പറ്റിയല്ല പറയുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്ന മനുഷ്യന്മാരോട്, പാർട്ടി പ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ടി നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്കകത്ത് തന്നെ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്ത, വളരെ ലളിത ജീവിതം നയിക്കുന്ന ചില നേതാക്കന്മാരെന്ന് പറയപ്പെട്ടിരുന്ന ആളുകൾ രമ്യഹർമ്മ്യങ്ങൾ പണിയുകയാണ്. ശ്രീ P. ജയരാജൻ്റെ മകന് ദുബായിൽ എന്ത് ബിസിനസ്സാണ് വെളിപ്പെടുത്തണ്ടേ? നമ്മൾ ആരെങ്കിലുമാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീ P. ജയരാജൻ്റെ ഏറ്റവും ഉത്തമ ശിഷ്യനായിരുന്ന ശ്രീ മനു എന്ന് പറയുന്ന DYFI ജില്ലാധ്യക്ഷനാണ് പറയുന്നത്, ദുബായിൽ ഇത്തരത്തിലുള്ള ചില മാഫിയ സംഘങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായി ശ്രീ P. ജയരാജൻ്റെ മകൻ മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ P. ജയരാജൻ്റെ മകൻ ദുബായിൽ എന്ത് ബിസിനസ് ചെയ്യുന്നു? ഇപ്പോൾ ശ്രീ P. ജയരാജൻ്റെ മകൻ ഒരു വലിയ കൊട്ടാര സദൃശ്യമായ വീട് വയ്ക്കുന്നുവെന്ന് നമ്മളാരെങ്കിലും അല്ല ആരോപിച്ചത്. നമ്മളാരും ആ വീട് കണ്ടിട്ടുമില്ല.
അതാരോപിച്ചിരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് വളരെ ഗൗരവതരമായ സോഷ്യൽ ഓഡിറ്റും അതുപോലെ തന്നെ ലീഗൽ ഓഡിറ്റും ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുവാൻ കൂടി ഇത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുദ്ധികലശം, ഒരു ശുദ്ധീകരണം അത് അകത്തു നിന്ന് തന്നെ ഉണ്ടാകണം. ശ്രീ MV രാഘവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ബദൽ രേഖയൊക്കെ അവതരിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ബദൽ രേഖയുമായി തിരുത്തൽ നടപടികളുമായി ആ പാർട്ടി പ്രവർത്തകർ കടന്നു വന്നില്ല എങ്കിൽ ആ സ്പേസിലേക്ക് കൂടി BJP വളരുന്ന ഗൗരവതരമായ അപകടകരമായ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഒരു ജാഗ്രത ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളും ഞങ്ങൾ ആരംഭിക്കും. ഈ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ചില പിന്നെ എസ് എൻ സ്വാമിയുടെ സിനിമകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് കൊടുക്കുന്ന പോലെ നിങ്ങൾക്കിങ്ങനെ ഓരോ ദിവസം ഓരോ പേരും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്വേഗജനകമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ഒരു ആവശ്യകതയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു. ഞാനതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതിനകത്ത് യാഥാർത്ഥ്യം നിങ്ങൾക്കും അറിയുന്നതാണ്. പാലക്കാട് ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരു തര ചർച്ചയും ഒരു നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ശശി തരൂർ അടക്കമുള്ള ആളുകൾ, ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ, കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ അറിയാം, അത്തരത്തിൽ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു വേദി തന്നെ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളല്ലല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾക്കൊക്കെ നമ്മുടെ അസംഷൻസാണ്. ഒന്നുകിൽ ചില മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആഗ്രഹമില്ലായ്മകളായിരിക്കാം. അതിനപ്പുറം അതും ആ വാർത്തയും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തോ എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്തൊരു പ്രസക്തിയുമില്ലാത്ത വിഷയമാണ്. കാരണം ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല എങ്കിൽ ഈ രാജ്യത്ത് പ്രായപൂർത്തിയായ ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രായ മാനദണ്ഡത്തിൽ പെടുന്ന ആർക്കും മത്സരിക്കാം, സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതിനകത്തൊരു പ്രസക്തിയില്ല. പാർട്ടി ഒരു തീരുമാനം എടുക്കും. പാർട്ടി ഏതെങ്കിലും ഒരാളോട് ഇപ്പോൾ ശ്രീ ജോമോൻ ജോസിനോട് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ജോമോൻ ജോസ് മത്സരിക്കണം. മത്സരിക്കാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കോ ആഗ്രഹമില്ലായ്മകൾക്കോ ഒരു പ്രസക്തിയില്ല. പാർട്ടി ഏത് ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചാലും ചെയ്യാൻ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പദവികളിലിരിക്കുന്നത്. അല്ല, അതിനകത്ത് മനു തോമസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വാർത്തകൾ കേൾക്കുന്ന ഒരാളല്ലല്ലോ. കണ്ണൂരിലെ CPM പാർട്ടിക്കകത്ത് P ജയരാജനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. P ജയരാജൻ്റെ കൂടി അനുഗ്രഹാശിസോട് കൂടിയിട്ടാണ് വേറൊരാൾക്ക് പകരമായി മനു തോമസ് കടന്നു വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒന്നിച്ച് കിടന്നുറങ്ങിയവർക്കാണല്ലോ രാപ്പനിയുടെ ചൂട് നന്നായിട്ട് അറിയുന്നത്. മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ മനു തോമസിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിലും അപകടകരമായിരിക്കും. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് P ജയരാജൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ P ജയരാജൻ എല്ലാ വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന ആളല്ലേ. ഇപ്പോൾ വേണമെങ്കിൽ ഈ മാധ്യമ സമ്മേളനത്തോട് പോലും അദ്ദേഹം പ്രതികരിക്കും. പക്ഷെ മനു തോമസിനോട് പ്രതികരിക്കാത്തത് മനു തോമസിന് അറിയാമല്ലോ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്ന്. ഏറ്റവും പ്രധാനമായ അന്വേഷണ വിധേയമാകേണ്ടത് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന നെക്സസുകൾ, അവിടെ നടക്കുന്ന ഡീലുകൾ, അത്തരം കാര്യങ്ങളെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ക്രിമിനൽ സംഘമായി ഒരു പാർട്ടി ഇങ്ങനെ പ്രവർത്തിക്കുവാൻ പാടില്ല. അതൊരു ഒരു നാടിൻ്റെ സ്വൈര്യജീവിതത്തിന് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് മനു തോമസ് മിണ്ടാതിരിക്കേണ്ടത് P ജയരാജൻ്റെ ആവശ്യമായതുകൊണ്ടാണ് P ജയരാജൻ മിണ്ടാതിരിക്കുന്നത്. പോരാളി ഷാജി പോലും വെല്ലുവിളിക്കുന്നുണ്ട്. P ജയരാജൻ പോട്ടെ, പോരാളി ഷാജി പോലും സാധാരണ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വരിയോ ഒരു കുത്തോ കോമയോ ഉണ്ടായാൽ പോലും പോരാളി ഷാജി മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പാർട്ടിക്ക് മിണ്ടാൻ കഴിയില്ലല്ലോ. അതായത് ഇതിനകത്ത് കൃത്യമായി മനു തോമസ് സംസാരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടല്ലോ. പാർട്ടിക്കകത്ത് തന്നെ ചേരിതിരിവുകളുടെ ഭാഗമായിട്ടാണല്ലോ ഈ വിവാദങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. ആലപ്പുഴയിലെ വിവാദങ്ങൾ എങ്ങനെ പുറത്തു വന്നത്?
ആലപ്പുഴയിലെ തർക്കം എനിക്ക് ചില മാധ്യമപ്രവർത്തകരോടെങ്കിലും ഉണ്ടായിരുന്നൊരു സ്നേഹപൂർവ്വമായ വിയോജിപ്പതാണ്. ആലപ്പുഴ ജില്ലയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത. ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത എന്താ? മാർക്സിയൻ ആശയം പിന്തുടരണോ അതോ ലെനിൻ്റെ ആശയം പിന്തുടരണോ എന്നുള്ള തർക്കമാണോ? അല്ല. അവിടുത്തെ യഥാർത്ഥ തർക്കം എന്തായിരുന്നു? ഒരു വിഭാഗം ആളുകൾ ഈ പാൻ പരാഗ് പോലെയുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി, വേറൊരു വിഭാഗം ആളുകൾ MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് വിഭാഗീയത എന്ന് പറയുന്നത്. അപ്പോൾ പാൻ പരാഗ് ലോബിയും MDMA ലോബിയും തമ്മിലുള്ള തർക്കത്തെ നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ചില മാധ്യമപ്രവർത്തകർ അതിനെ വിഭാഗീയത എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്ന പോലെ ഇവിടെ നടക്കുന്ന തർക്കം എന്താ? ഇവിടെ നടക്കുന്ന തർക്കം സ്വർണം പൊട്ടിച്ചവർ തമ്മിലുള്ള തർക്കമാണ്. അതല്ലാതെ എന്തോ വലിയ പ്രത്യയശാസ്ത്രപരമായ തർക്കമൊന്നും ഇവിടെ നടക്കുന്നില്ല. സ്വർണം പൊട്ടിച്ചവർക്ക് പങ്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആകാശ് തില്ലങ്കരിയുമായി യാതൊരുവിധമായ ബന്ധവുമില്ല എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാളായ ഷാജർ, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഷാജർ, അയാളുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുവിനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ആകാശ് തില്ലങ്കരിയെ പോലെ ഷുഹൈബിനെ കൊന്ന കേസിൽ, ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന കേസിലെ പ്രതിയോട് പറയണമെങ്കിൽ ജില്ലാ പ്രസിഡന്റിന് ജില്ലാ സെക്രട്ടറി കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടി മാറുമ്പോൾ എങ്ങനെ യുവജനങ്ങൾ അതിനകത്ത് വിശ്വസിച്ച് നിൽക്കുക? ഇവർക്കൊക്കെ ഇടയിലുള്ള കോൺഗ്രസിനകത്ത് ആരെങ്കിലും തമ്മിൽ ഒന്ന് ചിരിക്കാതിരുന്നാൽ പോലും വലിയ വാർത്തകളായി മാറുമല്ലോ. ഇത് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. കേരളം ഈ ഗൗരവത്തിൽ ചർച്ച ചെയ്താൽ മതിയോ? എത്ര ഗ്രാവിറ്റി മതിയോ? എത്ര ഗുരുതരമായ വിഷയമാണ് യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കണ്ണൂർ ജില്ലയ്ക്കകത്തെ പാർട്ടിക്കകത്തെ ചേരിതിരിവുകൾ കൂടി ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ മൗനം എല്ലാം ഉണ്ടാകുന്നത്. ഇനി ഇത് മനു തോമസിനെ നിശബ്ദനാക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. അതല്ല എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തും, കായികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തും. അതല്ല എങ്കിൽ മറ്റ് പദവികളോ പ്രലോഭനങ്ങളോ ഒക്കെ കൊടുക്കുമെന്ന് പറയും. ഇതിനെല്ലാം അതിജീവിച്ച ആ ചെറുപ്പക്കാരൻ കടന്നു വരാൻ തയ്യാറാണെങ്കിൽ മനു തോമസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും യൂത്ത് കോൺഗ്രസും. പെരിയയിലെ കല്യാണ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KPCCയുടെ നടപടി ഉണ്ടായതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിയയിൽ പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്ററുകളും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, പെരിയയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല ആളുകളും ആവശ്യപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പെരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സുകാരെ, അത് കേരളത്തിലെല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവൈകാരികമായ വിഷയം തന്നെയാണ്. രണ്ട് ചെറുപ്പക്കാർ അതിക്രൂരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമത്താൽ കൊല്ലപ്പെട്ട വിഷയമാണ്. അതൊരു വൈകാരികമാണ്. ആ വീടുമായി എല്ലാ കാലഘട്ടങ്ങളിലും നിരന്തരമായി കണക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ എന്ന നിലയിൽ അത് ഞങ്ങളുടെ ഒരു വൈകാരികതയുടെ ഭാഗമായ വിഷയമാണ്. പിന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തിരിക്കുന്നതുകൊണ്ടും പാർട്ടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതിനകത്തൊരു കമൻറ്റ് ചെയ്യുന്നതിനകത്തൊരു ശരികേടുള്ളതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നത്. അല്ല, പാർട്ടി എടുക്കുന്നൊരു നടപടിയെ ഞാനൊരു മാധ്യമ സമ്മേളനത്തിലൂടെ അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കുന്നത് സംഘടനാപരമായി ശരിയല്ല. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അത് യൂത്ത് കോൺഗ്രസിന് അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഒന്നുമില്ല. അത് പാർട്ടിയാണ് നടപടി എടുക്കേണ്ടത്. പാർട്ടി എടുക്കുന്ന നടപടികളുടെ വക്താവാകുക എന്നുള്ളതാണല്ലോ പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് അതിനകത്ത് ഞാനൊരു കമൻറ്റ് ചെയ്യാനില്ല. അല്ലാതെ പാർട്ടി നേതൃത്വവുമായിട്ട് സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ ആർക്കും യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരാം. ജനാധിപത്യപരമായും മതേതരത്വപരമായി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള ആർക്കും കടന്നു വരാം. അപ്പോൾ അദ്ദേഹം ചില അലിഗേഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നീ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ പാർട്ടിക്കെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ച ഒരാളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതും നിലനിൽക്കേണ്ടതും ഈ നാടിൻ്റെ ആവശ്യമല്ലേ? പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി എന്താ താലിബാനാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു താലിബാൻ സംഘടനയൊന്നും അല്ലല്ലോ. അവർക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആളെ വെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഏർപ്പാടുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ കൊല്ലപ്പെടാൻ പാടില്ല. അതിനെയും നല്ലവനെന്നോ ചീത്തയാളെന്നോ ഒന്നുമില്ല, ക്രിമിനലെന്നോ അങ്ങനൊന്നുമില്ല. ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കും. പിന്നെ അയാളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾ താല്പര്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ കോൺഗ്രസ്സിന് അങ്ങോട്ട് പോയി മനു എന്ന് പറയുന്ന ആളെ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അയാൾക്ക് കോൺഗ്രസ്സിലേക്ക് വരണമെങ്കിൽ അതപ്പോൾ അതിനുശേഷം അയാൾ അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.